25 പ്രഭാതമുരളി ബാബ്ദാദ മധുബൻ. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, നിങ്ങൾക്ക് തൻ്റെ യോഗബലത്തിലൂടെ മുഴുവൻ സൃഷ്ടിയെയും പാവനമാക്കേണ്ടതുണ്ട്. നിങ്ങൾക്ക് യോഗബലത്തിലൂടെ തന്നെയാണ് മായയുടെ മേൽ ജയം നേടി ജഗത് ജീത് ആകുവാൻ സാധിക്കുന്നത്. ചോദ്യം: ബാബയുടെ പാർട്ട് എന്താണ്? ആ പാർട്ടിനെ കുട്ടികളായ നിങ്ങൾ ഏത് ആധാരത്തിലാണ് അറിഞ്ഞത്? ഉത്തരം: ബാബയുടെ പാർട്ടാണ് സർവരുടെയും ദുഃഖം ഹരിച്ച് സുഖം നൽകുക, രാവണൻ്റെ ചങ്ങലകളിൽ നിന്നും മോചിപ്പിക്കുക എന്നത്. എപ്പോഴാണോ ബാബ വരുന്നത്, അപ്പോൾ ഭക്തിയുടെ രാത്രി പൂർത്തിയാകുന്നു. ബാബ നിങ്ങൾക്ക് സ്വയം തൻ്റെയും തൻ്റെ സ്വത്തിൻ്റെയും പരിചയം നൽകുന്നു. നിങ്ങൾ ഒരു ബാബയെ അറിയുന്നതിലൂടെ തന്നെയാണ് സർവ്വതും അറിയുന്നത്. ഗീതം: നീ തന്നെ മാതാവും പിതാവും നീ തന്നെ. ഓം ശാന്തി. കുട്ടികൾ ഓം ശാന്തിയുടെ അർത്ഥം മനസ്സിലാക്കി. ബാബ മനസ്സിലാക്കിച്ചു തന്നു, നമ്മൾ ആത്മാവാണ്. ഈ സൃഷ്ടി ഡ്രാമയുടെ ഉള്ളിൽ നമ്മുടേത് മുഖ്യ പാർട്ടാണ്. ആരുടേതാണ് പാർട്ട്? ആത്മാവ് ശരീരം ധാരണ ചെയ്ത് പാർട്ട് അഭിനയിക്കുന്നു. കുട്ടികൾ ഇപ്പോൾ ആത്മാഭിമാനി ആയിക്കൊണ്ടിരിക്കുന്നു. ഇത്രയും സമയം ദേഹാഭിമാനി ആയിരുന്നു. ഇപ്പോൾ സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കി ബാബയെ ഓർമ്മിക്കണം. നമ്മുടെ ബാബ വന്നിരിക്കുകയാണ് ഡ്രാമ പ്ലാൻ അനുസരിച്ച്. ബാബ വരുന്നതും രാത്രിയിലാണ്. എപ്പോൾ വരുന്നു? അതിൻ്റെ തിഥിയും തീയതിയും ഒന്നുമില്ല. ലൗകിക ജന്മം എടുക്കുന്നവരുടെ തിഥിയും തീയതിയുമാണുള്ളത്. ഇതാകട്ടെ പാരലൗകിക പിതാവാണ്. ഈ ഒന്നിൻ്റേത് ലൗകിക ജന്മം അല്ല. ശ്രീകൃഷ്ണൻ്റെ തിഥിയും തീയതിയും സമയവും മറ്റുമെല്ലാം നൽകുന്നു. ഈ ഒന്നിൻ്റേതാണെങ്കിൽ ദിവ്യ ജന്മം എന്ന് പറയുന്നു. ബാബ ഇദ്ദേഹത്തിൽ പ്രവേശിച്ച് പറയുന്നു, ഇത് പരിധിയില്ലാത്ത ഡ്രാമയാണ്. അതിൽ പകുതി കൽപ്പം രാത്രിയാണ്. എപ്പോഴാണോ രാത്രി, അതായത് ഘോര അന്ധകാരമുണ്ടാകുന്നത്, അപ്പോൾ ഞാൻ വരുന്നു. തിഥിയും തീയതിയും ഒന്നുമില്ല. ഈ സമയത്ത് ഭക്തിയും തമോ പ്രധാനമാണ്. പകുതി കൽപ്പം പരിധിയില്ലാത്ത പകലാണ്. ബാബ സ്വയം പറയുന്നു, ഞാൻ ഇദ്ദേഹത്തിൽ പ്രവേശിച്ചിരിക്കുകയാണ്. ഗീതയിൽ ഭഗവാൻ വാച എന്നുണ്ട്. പക്ഷേ ഭഗവാൻ മനുഷ്യനാവുക സാധ്യമല്ല. ശ്രീകൃഷ്ണനും ദൈവിക ഗുണങ്ങളുള്ളവനാണ്. ഇത് മനുഷ്യലോകമാണ്. ഇത് ദേവലോകമല്ല. ബ്രഹ്മ ദേവതായ നമ എന്ന് പാടുകയും ചെയ്യുന്നു. അത് സൂക്ഷ്മവതനവാസിയാണ്. കുട്ടികൾക്കറിയാം, അവിടെ എല്ലും മാംസവും ഒന്നും ഉണ്ടായിരിക്കുന്നില്ല. അത് സൂക്ഷ്മ വെള്ള നിഴലാണ്. എപ്പോഴാണോ മൂലവതനത്തിലായിരിക്കുന്നത്, അപ്പോൾ ആത്മാവിന് സൂക്ഷ്മ നിഴലുള്ള ശരീരവുമില്ല, എല്ലുള്ളതുമില്ല. ഈ കാര്യങ്ങൾ ഒരു മനുഷ്യനും അറിയുന്നില്ല. ബാബ തന്നെയാണ് വന്ന് കേൾപ്പിക്കുന്നത്. ബ്രാഹ്മണർ തന്നെയാണ് കേൾക്കുന്നത്, മറ്റാരും കേൾക്കുന്നില്ല. ബ്രാഹ്മണ വർണ്ണം ഉള്ളത് തന്നെ ഭാരതത്തിലാണ്. അതും ഉണ്ടാകുന്നത് പരംപിത പരമാത്മാവ് പ്രജാപിത ബ്രഹ്മാവിലൂടെ ബ്രാഹ്മണധർമ്മത്തിൻ്റെ സ്ഥാപന ചെയ്യുമ്പോഴാണ്. ഇപ്പോൾ ഈ ഒന്നിനെ രചയിതാവ് എന്നും പറയില്ല. പുതിയ രചന രചിക്കുന്നൊന്നുമില്ല. കേവലം റിജുവിനേറ്റ് ചെയ്യുന്നു. ഹേ ബാബ, പതീത ലോകത്തിൽ വന്ന് നമ്മളെ പാവനമാക്കൂ എന്ന് വിളിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ നിങ്ങളെ പാവനമാക്കിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾ പിന്നെ യോഗബലത്തിലൂടെ ഈ സൃഷ്ടിയെ പാവനമാക്കിക്കൊണ്ടിരിക്കുന്നു. മായയുടെ മേൽ നിങ്ങൾ ജയം നേടി ജഗത് ജീതാകുന്നു. യോഗബലത്തെ സയൻസിൻ്റെ ബലം എന്നും പറയുന്നു. ഋഷി മുനിമാരും മറ്റുമെല്ലാം ശാന്തി ആഗ്രഹിക്കുന്നു. പക്ഷേ ശാന്തിയുടെ അർത്ഥം അറിയുന്നില്ല. ഇവിടെയാണെങ്കിൽ തീർച്ചയായും പാർട്ട് അഭിനയിക്കേണ്ടതുണ്ടല്ലോ. ശാന്തിധാമം സ്വീറ്റ് സൈലൻസ് ഹോം ആണ്. നിങ്ങൾ ആത്മാക്കൾക്ക് ഇപ്പോൾ ഇതറിയാം, നമ്മുടെ വീട് ശാന്തിധാമമാണ്.
ഇവിടെ നമ്മൾ പാർട്ട് അഭിനയിക്കുവാൻ വന്നിരിക്കുന്നു. ബാബയെയും വിളിക്കുന്നു. ഹേ പതീത പാവന, ദുഃഖം ഹരിച്ച് സുഖം നൽകുന്നവനെ, വരൂ, നമ്മളെ ഈ രാവണൻ്റെ ചങ്ങലകളിൽ നിന്നും മോചിപ്പിക്കൂ. ഭക്തി രാത്രിയാണ്, ജ്ഞാനമാണ് പകൽ. രാത്രി മൂർദാബാദ് ആകുന്നു, പിന്നെ ജ്ഞാനം സിന്ദാബാദ് ആകുന്നു. ഇത് സുഖത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും കളിയാണ്. നിങ്ങൾക്കറിയാം, ആദ്യം നമ്മൾ സ്വർഗത്തിലായിരുന്നു, പിന്നെ ഇറങ്ങി ഇറങ്ങി വന്ന് താഴെ ഹെല്ലിൽ കിടക്കുന്നു. കലിയുഗം എപ്പോൾ ഇല്ലാതാകും? പിന്നെ സത്യുഗം എപ്പോൾ വരും? ഇത് ആരും അറിയുന്നില്ല. നിങ്ങൾ ബാബയെ അറിയുന്നതിലൂടെ, ബാബയിലൂടെ സർവ്വതും അറിഞ്ഞു കഴിഞ്ഞു. മനുഷ്യർ ഭഗവാനെ അന്വേഷിക്കുന്നതിനു വേണ്ടി എത്ര തിക്കും തിരക്കും കൊള്ളുന്നു. ബാബയെ അറിയുന്നതേയില്ല. അറിയുന്നത് ബാബ വന്ന് തൻ്റെയും സ്വത്തിൻ്റെയും പരിചയം നൽകുമ്പോഴാണ്. സമ്പത്ത് പിതാവിൽ നിന്നും തന്നെയാണ് ലഭിക്കുന്നത്, മാതാവിൽ നിന്നല്ല. ഈ ഒന്നിനെ മമ്മ എന്നും പറയുന്നു. എന്നാൽ ഈ ഒന്നിൽ നിന്നും സമ്പത്ത് ലഭിക്കുന്നില്ല. ഈ ഒന്നിനെ ഓർമ്മിക്കുകയും ചെയ്യേണ്ടതില്ല. ബ്രഹ്മ, വിഷ്ണു, ശങ്കരം ശിവന്റെ സന്താനങ്ങളാണ്. ഇത് ആരും അറിയുന്നില്ല. പരിധിയില്ലാത്ത മുഴുവൻ ലോകത്തിൻ്റെയും രചയിതാവ് ഒരേ ഒരു ബാബയാണ്. ബാക്കിയെല്ലാം ആ ഒന്നിൻ്റെ രചനയാണ്, അല്ലെങ്കിൽ പരിധിയുള്ള രചയിതാക്കളാണ്. ഇപ്പോൾ കുട്ടികളായ നിങ്ങളോട് ബാബ പറയുന്നു, എന്നെ ഓർമ്മിക്കൂ, എങ്കിൽ നിങ്ങളുടെ വികർമ്മം വിനാശമാകും. മനുഷ്യർ ബാബയെ അറിയുന്നില്ല, അപ്പോൾ ആരെ ഓർമ്മിക്കുവാനാണ്? അതിനാൽ ബാബ പറയുന്നു, നിങ്ങൾ എത്ര അനാഥരായിരിക്കുന്നു. ഇതും ഡ്രാമയിൽ അടങ്ങിയതാണ്. ഭക്തിയും ജ്ഞാനവും രണ്ടിലും ഏറ്റവും ശ്രേഷ്ഠ കർമ്മമാണ് ദാനം ചെയ്യുക. ഭക്തിമാർഗത്തിൽ ഈശ്വരാർത്ഥം ദാനം ചെയ്യുന്നു. എന്തിനു വേണ്ടി? ഏതെങ്കിലും കാമന തീർച്ചയായും ഉണ്ടായിരിക്കും. ഇങ്ങനെ മനസ്സിലാക്കുന്നു, എങ്ങനെയുള്ള കർമ്മം ചെയ്യുമോ അങ്ങനെയുള്ള ഫലം അടുത്ത ജന്മത്തിൽ നേടും. ഈ ജന്മത്തിൽ എന്ത് നേടുമോ അതിൻ്റെ ഫലം അടുത്ത ജന്മത്തിൽ നേടും. ജന്മജന്മാന്തരങ്ങളിൽ നേടുകയില്ല. ഒരു ജന്മത്തേക്ക് ഫലം ലഭിക്കുന്നു. ഏറ്റവും നല്ലതിലും നല്ല കർമ്മമാണ് ദാനം. ദാനിയെ പുണ്യ ആത്മാവ് എന്ന് പറയുന്നു. ഭാരതത്തെ മഹാദാനി എന്ന് പറയുന്നു. ഭാരതത്തിൽ എത്ര ദാനം ഉണ്ടാകുന്നുവോ അത്രയും മറ്റൊരു ഖണ്ഡത്തിലും ഇല്ല. ബാബയും വന്ന് കുട്ടികൾക്ക് ദാനം നൽകുന്നു. കുട്ടികൾ പിന്നെ ബാബയ്ക്ക് ദാനം നൽകുന്നു. പറയുന്നു, ബാബ അങ്ങ് വരികയാണെങ്കിൽ നമ്മൾ തൻ്റെ ശരീരവും മനസ്സും ധനവും എല്ലാം അങ്ങയെ ഏൽപ്പിക്കും. അങ്ങല്ലാതെ നമ്മുടേതായി ആരുമില്ല. ബാബയും പറയുന്നു, എനിക്ക് കുട്ടികളായ നിങ്ങൾ മാത്രമേ ഉള്ളൂ. എന്നെ പറയുന്നത് തന്നെ ഹെവൻലി ഗോഡ് ഫാദർ, അതായത് സ്വർഗം സ്ഥാപിക്കുന്നവൻ എന്നാണ്. ഞാൻ വന്ന് നിങ്ങൾക്ക് സ്വർഗത്തിൻ്റെ ചക്രവർത്തി പദം നൽകുന്നു. കുട്ടികൾ എനിക്ക് വേണ്ടി സർവ്വതും നൽകുന്നു. ബാബ സർവ്വതും അങ്ങയുടേതാണ്. ഭക്തിമാർഗത്തിലും പറയുമായിരുന്നു, ബാബ ഇതെല്ലാം അങ്ങ് നൽകിയതാണ്. പിന്നെ അവർ പോകുമ്പോൾ ദുഃഖിതരായി മാറുന്നു. അത് ഭക്തിയുടെ അല്പകാല സുഖമാണ്. ബാബ മനസ്സിലാക്കിച്ചു തരുന്നു, ഭക്തി മാർഗത്തിൽ നിങ്ങൾ എനിക്ക് ദാനപുണ്യം നൽകുന്നത് ഇൻഡയറക്റ്റായാണ്. അതിൻ്റെ ഫലം നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഈ സമയത്ത് ഞാൻ നിങ്ങൾക്ക് കർമ്മ അകർമ്മ വികർമ്മങ്ങളുടെ രഹസ്യം ഇരുന്ന് മനസ്സിലാക്കിച്ചു തരുന്നു. ഭക്തിമാർഗത്തിൽ നിങ്ങൾ എങ്ങനെയുള്ള കർമ്മം ചെയ്യുന്നുവോ അതിൻ്റെ അല്പകാല സുഖവും എന്നിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നു. ഈ കാര്യങ്ങളെക്കുറിച്ച് ലോകത്തിൽ ആർക്കും അറിയില്ല. ബാബ തന്നെയാണ് വന്ന് കർമ്മങ്ങളുടെ ഗതി മനസ്സിലാക്കിച്ചു തരുന്നത്. സത്യയുഗത്തിൽ ഒരിക്കലും ആരും മോശമായ കർമ്മം ചെയ്യുന്നതേയില്ല. സദാ സുഖം തന്നെ സുഖമാണ്. സുഖധാമത്തെയും സ്വർഗത്തെയും ഓർമ്മിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ ഇരിക്കുന്നത് നരകത്തിലാണ്, എന്നിരുന്നാലും ഇന്നയാൾ സ്വർഗത്തിൽ പോയി എന്ന് പറയുന്നു. ആത്മാവിന് സ്വർഗം എത്ര നല്ലതായി തോന്നുന്നു. ആത്മാവ് തന്നെയാണല്ലോ പറയുന്നത് ഇന്നയാൾ സ്വർഗത്തിൽ പോയെന്ന്.
എന്നാൽ തമോ പ്രധാനം ആയത് കാരണം സ്വർഗം എന്താണ്, നരകം എന്താണ് എന്ന് അവർക്ക് ഒന്നും അറിയില്ല. പരിധിയില്ലാത്ത ബാബ പറയുന്നു, നിങ്ങൾ എല്ലാവരും എത്ര തമോ പ്രധാനമായിരിക്കുന്നു, ഡ്രാമയെ അറിയുന്നില്ല. സൃഷ്ടിയുടെ ചക്രം തിരിയുന്നു എന്ന് മനസ്സിലാക്കുന്നുമുണ്ട്. അപ്പോൾ തീർച്ചയായും കൃത്യമായി തിരിയുമല്ലോ. അവർ കേവലം പറയുന്നു എന്നേ ഉള്ളൂ. ഇപ്പോൾ ഇത് സംഗമയുഗമാണ്. ഈ ഒരേ ഒരു സംഗമയുഗത്തിന് തന്നെയാണ് മഹിമയുള്ളത്. പകുതി കൽപ്പം ദേവതമാരുടെ രാജ്യം നടക്കുന്നു. പിന്നെ ആ രാജ്യം എവിടെ പോകുന്നു, ആര് ജയം നേടുന്നു, ഇതും ആർക്കും അറിയില്ല. ബാബ പറയുന്നു, രാവണൻ ജയം നേടുന്നു. അവർ പിന്നെ ദേവതമാരുടെയും അസുരന്മാരുടെയും യുദ്ധം ഇരുന്ന് കാണിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ബാബ മനസ്സിലാക്കിച്ചു തരുന്നു, 5 വികാരങ്ങളാകുന്ന രാവണനോട് തോൽക്കുന്നു. പിന്നെ രാവണന്റെ മേൽ ജയവും നേടുന്നു. നിങ്ങൾ പൂജ്യർ ആയിരുന്നു, പിന്നെ പൂജാരിയും പതീതവുമായി മാറുന്നു. അപ്പോൾ രാവണനോട് തോറ്റുവല്ലോ. ഇത് നിങ്ങളുടെ ശത്രു ആയത് കാരണം നിങ്ങൾ സദാ കത്തിച്ചു വരുന്നു. പക്ഷേ നിങ്ങൾക്കറിയില്ല. ഇപ്പോൾ ബാബ മനസ്സിലാക്കിച്ചു തരുന്നു, രാവണൻ കാരണം നിങ്ങൾ പതീതമായിരിക്കുന്നു. ഈ വികാരങ്ങളെ തന്നെയാണ് മായ എന്ന് പറയുന്നത്. മായാജീത്, ജഗജ്ജീത്. ഈ രാവണൻ ഏറ്റവും പഴയ ശത്രുവാണ്. ഇപ്പോൾ ശ്രീമത്തിലൂടെ നിങ്ങൾ ഈ 5 വികാരങ്ങളുടെ മേൽ ജയം നേടുന്നു. ബാബ ജയം നേടിത്തരാൻ വന്നിരിക്കുകയാണ്. ഇത് കളിയാണല്ലോ. മായയോട് തോറ്റാൽ തോറ്റു, മായയോട് ജയിച്ചാൽ ജയിച്ചു. ജയം ബാബ തന്നെയാണ് നേടിത്തരുന്നത്. അതിനാൽ ഈ ഒന്നിനെ സർവശക്തിവാൻ എന്ന് പറയുന്നു. രാവണനും നിസാര ശക്തിവാനല്ല, എന്നാൽ അത് ദുഃഖം നൽകുന്നു. അതിനാൽ മഹിമയില്ല. രാവണൻ വളരെ ദുഷ്കരമാണ്. നിങ്ങളുടെ രാജപദം തന്നെ തട്ടിയെടുക്കുന്നു. ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കി നമ്മൾ എങ്ങനെയാണ് തോൽക്കുന്നത്, പിന്നെ എങ്ങനെയാണ് ജയം നേടുന്നത്. ആത്മാവ് ആഗ്രഹിക്കുകയും ചെയ്യുന്നു, നമുക്ക് ശാന്തി വേണം, നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് പോകട്ടെ. ഭക്തർ ഭഗവാനെ ഓർമ്മിക്കുന്നു, പക്ഷേ കല്ല് ബുദ്ധിയായത് കാരണം മനസ്സിലാക്കുന്നില്ല. ഭഗവാൻ ബാബയാണ്. അപ്പോൾ ബാബയിൽ നിന്നും തീർച്ചയായും സമ്പത്ത് ലഭിക്കുന്നുണ്ടാകും. തീർച്ചയായും ലഭിക്കുന്നുമുണ്ട്. പക്ഷേ എപ്പോൾ ലഭിക്കുന്നു, പിന്നെ എങ്ങനെ പാഴാക്കുന്നു, ഇത് അറിയുന്നില്ല. ബാബ പറയുന്നു, ഞാൻ ഈ ബ്രഹ്മാവിൻ്റെ ശരീരത്തിലൂടെ നിങ്ങളെ ഇരുന്ന് മനസ്സിലാക്കിക്കുന്നു. എനിക്കും ഓർഗൻസ് വേണമല്ലോ. എനിക്ക് സ്വന്തമായി കർമ്മേന്ദ്രിയങ്ങൾ ഇല്ല. സൂക്ഷ്മവതനത്തിലും കർമ്മേന്ദ്രിയങ്ങൾ ഉണ്ട്. നടക്കുകയും ചുറ്റി സഞ്ചരിക്കുകയും ചെയ്യുന്നു. മൂവി, ബയോസ്കോപ്പ് ഉള്ളതുപോലെ ഈ മൂവി, ടോക്കി, ബയോസ്കോപ്പ് ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ബാബയ്ക്കും മനസ്സിലാക്കിക്കുന്നത് സഹജമാകുന്നു. അവരുടേത് ബാഹുബലമാണ്, നിങ്ങളുടേത് യോഗബലമാണ്. ആ 2 സഹോദരന്മാരും അഥവാ ഒത്തുചേരുകയാണെങ്കിൽ വിശ്വത്തിൻ്റെ മേൽ രാജ്യം ഭരിക്കുവാൻ സാധിക്കും. എന്നാൽ ഇപ്പോൾ പിളർപ്പ് ഉണ്ടായിരിക്കുന്നു. കുട്ടികളായ നിങ്ങൾക്ക് സൈലൻസിൻ്റെ ശുദ്ധ ഗർവ് ഉണ്ടായിരിക്കണം. നിങ്ങൾ മന്മനാഭവയുടെ ആധാരത്തിലൂടെ സൈലൻസിലൂടെ ജഗജ്ജീത്തായി മാറുന്നു. അവർ സയൻസിൻ്റെ ഗർവുള്ളവരാണ്. നിങ്ങൾ സൈലൻസിൻ്റെ ഗർവുള്ളവർ. സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കി ബാബയെ ഓർമ്മിക്കുന്നു. ഓർമ്മയിലൂടെ നിങ്ങൾ സദോ പ്രധാനമായി മാറും. വളരെ സഹജമായ ഉപായം പറഞ്ഞു തരുന്നു. നിങ്ങൾക്കറിയാം, ശിവബാബ വന്നിരിക്കുകയാണ് കുട്ടികളായ നമുക്ക് വീണ്ടും സ്വർഗത്തിൻ്റെ സമ്പത്ത് നൽകുവാൻ. നിങ്ങളുടെ ഏതെല്ലാം കലിയുഗി കർമ്മബന്ധനമുണ്ടോ, ബാബ പറയുന്നു, അവരെ മറന്നേക്കൂ. 5 വികാരങ്ങളും എനിക്ക് ദാനമായി നൽകൂ. നിങ്ങൾ ഏതൊന്നാണോ എൻ്റേത് എൻ്റേത് എന്ന് പറഞ്ഞു വന്നത്, എൻ്റെ പതി, എൻ്റെ ഇന്നയാൾ, ഇതെല്ലാം മറക്കൂ. എല്ലാം കാണുമ്പോഴും അവരിൽ നിന്നും മമത്വം ഇല്ലാതാക്കൂ. ഈ കാര്യം കുട്ടികൾക്ക് തന്നെയാണ് മനസ്സിലാക്കിച്ചു തരുന്നത്.
ആരാണോ ബാബയെ അറിയുകയേ ചെയ്യാത്തത് അവർക്ക് ഈ ഭാഷയും മനസ്സിലാക്കാൻ സാധിക്കില്ല. ബാബ വന്ന് മനുഷ്യനിൽ നിന്നും ദേവതയാക്കുന്നു. ദേവതമാർ ഉള്ളത് തന്നെ സത്യയുഗത്തിലാണ്. കലിയുഗത്തിലുള്ളത് മനുഷ്യരാണ്. ഇപ്പോൾ വരെയും അവരുടെ അടയാളങ്ങൾ, അതായത് ചിത്രങ്ങൾ ഉണ്ട്. എന്നെ പറയുന്നത് തന്നെ പതീത പാവനൻ എന്നാണ്. ഞാനാണെങ്കിൽ ഡീഗ്രേഡ് ആകുന്നില്ല. നിങ്ങൾ പറയുന്നു നമ്മൾ പാവനമായിരുന്നു, പിന്നെ ഡീഗ്രേഡായി, അതായത് തരം താഴ്ന്ന് പതീതമായിരിക്കുന്നു. ഇപ്പോൾ അങ്ങ് വന്ന് പാവനമാക്കൂ. അപ്പോൾ നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് പോകട്ടെ. ഇതാണ് സ്പിരിച്വൽ നോളജ്. അവിനാശി ജ്ഞാനരത്നങ്ങളാണല്ലോ. ഇത് പുതിയ നോളജാണ്. ഇപ്പോൾ നിങ്ങളെ ഈ നോളജ് പഠിപ്പിക്കുന്നു. രചയിതാവിൻ്റെയും രചനയുടെ ആദിമധ്യ അന്ത്യത്തിൻ്റെയും രഹസ്യം പറഞ്ഞു തരുന്നു. ഇപ്പോൾ ഇത് പഴയ ലോകമാണ്. ഇതിൽ നിങ്ങളുടെ ഏതെല്ലാം മിത്രസംബന്ധികളും മറ്റുമുണ്ടോ, ദേഹസഹിതം എല്ലാവരിൽ നിന്നും മമത്വം മാറ്റൂ. ഇപ്പോൾ കുട്ടികളായി നിങ്ങൾ തൻ്റെ സർവ്വതും ബാബയെ ഏൽപ്പിക്കുന്നു. ബാബ പിന്നെ സ്വർഗത്തിൻ്റെ ചക്രവർത്തി പദം 21 ജന്മത്തേക്ക് വേണ്ടി നിങ്ങളെ ഏൽപ്പിക്കുന്നു. കൊടുക്കൽ വാങ്ങൽ നടക്കുന്നുവല്ലോ. ബാബ നിങ്ങൾക്ക് 21 ജന്മങ്ങളിലേക്കായി രാജ്യഭാഗ്യം നൽകുന്നു. 21 ജന്മം, 21 തലമുറ എന്ന് പാടപ്പെടുന്നുവല്ലോ. അതായത് 21 ജന്മം മുഴുവൻ ലൈഫും നടക്കുന്നു. ഇടയിൽ വച്ച് ഒരിക്കലും ശരീരം ഉപേക്ഷിക്കുക സാധ്യമല്ല. അകാല മൃത്യു ഉണ്ടാകുന്നില്ല. നിങ്ങൾ അമരമായി അമരപുരിയുടെ അധികാരിയാകുന്നു. നിങ്ങളെ ഒരിക്കലും കാലന് ഭക്ഷിക്കാൻ സാധിക്കില്ല. ഇപ്പോൾ നിങ്ങൾ മരിക്കുന്നതിനായി പുരുഷാർത്ഥം ചെയ്തുകൊണ്ടിരിക്കുന്നു. ബാബ പറയുന്നു, ദേഹസഹിതം ദേഹത്തിൻ്റെ എല്ലാ സംബന്ധങ്ങളും ഉപേക്ഷിച്ച് ഒരു ബാബയോട് സംബന്ധം വെക്കണം. ഇപ്പോൾ സുഖത്തിൻ്റെ സംബന്ധത്തിലേക്ക് പോവുക തന്നെ വേണം. ദുഃഖത്തിൻ്റെ ബന്ധനങ്ങളെ മറന്നുകൊണ്ടിരിക്കും. ഗൃഹസ്ഥ വ്യവഹാരത്തിൽ ഇരിക്കവേ പവിത്രമാകണം. ബാബ പറയുന്നു, എന്നെ മാത്രം ഓർമ്മിക്കൂ. അതിനോടൊപ്പം ദൈവിക ഗുണവും ധാരണ ചെയ്യൂ. ഈ ദേവതമാരെ പോലെ ആകണം. ഇതാണ് എയിം ഓബ്ജക്റ്റ്. ഈ ലക്ഷ്മി നാരായണൻ സ്വർഗത്തിൻ്റെ അധികാരിയായിരുന്നു. ഇവർ എങ്ങനെ രാജ്യം നേടി, പിന്നെ എവിടെ പോയി, ഇത് ആർക്കും അറിയില്ല. ഇപ്പോൾ കുട്ടികളായ നിങ്ങൾക്ക് ദൈവിക ഗുണം ധാരണ ചെയ്യേണ്ടതുണ്ട്. ആർക്കും ദുഃഖം നൽകരുത്. ബാബ തന്നെയാണ് ദുഃഖം ഹരിച്ച് സുഖം നൽകുന്നവൻ. അപ്പോൾ നിങ്ങൾക്കും സുഖത്തിൻ്റെ വഴി സർവർക്കും പറഞ്ഞു കൊടുക്കണം. അതിനർത്ഥം അന്ധരുടെ ഊന്നുവടിയാകണം. ഇപ്പോൾ ബാബ നിങ്ങൾക്ക് ജ്ഞാനത്തിൻ്റെ 3ാമത്തെ നേത്രം നൽകി. നിങ്ങൾക്കറിയാം ബാബ എങ്ങനെയാണ് പാർട്ട് അഭിനയിക്കുന്നത്. ഇപ്പോൾ ബാബ എന്താണോ നിങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്, പിന്നെ ഈ പഠനം പ്രായേണ ലോപിച്ചു പോകും. ദേവതമാരിൽ ഈ നോളജ് ഉണ്ടായിരിക്കുന്നില്ല. നിങ്ങൾ ബ്രഹ്മ മുഖവംശാവലി ബ്രാഹ്മണൻ തന്നെയാണ് രചയിതാവിനെയും രചനയുടെ ജ്ഞാനത്തെയും അറിയുന്നത്. മറ്റാർക്കും അറിയാൻ സാധിക്കുന്നില്ല. ഈ ലക്ഷ്മി നാരായണനിലും മറ്റും അഥവാ ഈ ജ്ഞാനം ഉണ്ടായിരുന്നുവെങ്കിൽ പരമ്പരയായി തുടർന്നു വന്നേനെ. അവിടെ ജ്ഞാനത്തിൻ്റെ ആവശ്യമേ ഇല്ല. കാരണം അവിടെ സദ്ഗതി തന്നെയാണ്. ഇപ്പോൾ നിങ്ങൾ സർവ്വതും ബാബയ്ക്ക് ദാനം നൽകുന്നു. അപ്പോൾ പിന്നെ ബാബ നിങ്ങൾക്ക് 21 ജന്മങ്ങളിലേക്ക് സർവ്വതും നൽകുന്നു. ഇങ്ങനെയുള്ള ദാനം ഒരിക്കലും ഉണ്ടാകുന്നില്ല. നിങ്ങൾക്കറിയാം നമ്മൾ സർവംശം നൽകുന്നു. ബാബ, ഇതെല്ലാം അങ്ങയുടേതാണ്. അങ്ങ് തന്നെയാണ് നമ്മുടെ സർവ്വതും. ത്വമേവ മാതാശ്ച പിത. പാർട്ട് അഭിനയിക്കുന്നുവല്ലോ. കുട്ടികളെ അഡോപ്റ്റിംഗ് ചെയ്യുന്നു, പിന്നെ സ്വയമേ പഠിപ്പിക്കുന്നു, പിന്നെ സ്വയമേ ഗുരുവായി എല്ലാവരെയും കൊണ്ടുപോകുന്നു. പറയുന്നു, നിങ്ങൾ എന്നെ ഓർമ്മിക്കൂ. അപ്പോൾ പാവനമായി മാറും. പിന്നെ നിങ്ങളെ കൂടെ കൊണ്ടുപോകും. ഈ യജ്ഞം രചിക്കപ്പെട്ടിരിക്കുകയാണ്. ഇതാണ് ശിവജ്ഞാന യജ്ഞം. ഇതിൽ നിങ്ങൾ ശരീരവും മനസ്സും ധനവും എല്ലാം സ്വാഹ ചെയ്യുന്നു. സന്തോഷത്തോടെ എല്ലാം അർപ്പിക്കുന്നു.
ബാക്കി ആത്മാവ് അവശേഷിക്കുന്നു. ബാബ, ഇപ്പോൾ നമ്മൾ അങ്ങയുടെ ശ്രീമത്തിലൂടെ തന്നെ നടക്കും. ബാബ പറയുന്നു, ഗൃഹസ്ഥ വ്യവഹാരത്തിലിരിക്കവേ പവിത്രമാകണം. 60 വയസ്സ് ആകുമ്പോൾ വാനപ്രസ്ഥ അവസ്ഥയിൽ പോകുന്നതിനുള്ള തയ്യാറെടുപ്പ് നടത്തുന്നു. എന്നാൽ അവർ തിരികെ പോകുന്നതിനുള്ള തയ്യാറെടുപ്പൊന്നും ചെയ്യുന്നില്ല. ഇപ്പോൾ നിങ്ങൾ സദ്ഗുരുവിൻ്റെ മന്ത്രം സ്വീകരിക്കുന്നു. മന്മനാഭവ. ഭഗവാനുവാച, നിങ്ങൾ എന്നെ ഓർമ്മിക്കൂ, എങ്കിൽ നിങ്ങളുടെ വികർമ്മം വിനാശമാകും. സർവരോടും പറയൂ, എല്ലാവരുടെയും വാനപ്രസ്ഥ അവസ്ഥയാണ്. ശിവബാബയെ ഓർമ്മിക്കൂ. ഇപ്പോൾ തൻ്റെ വീട്ടിലേക്ക് പോകേണ്ടതുണ്ട്. ശരി, മധുരമധുരമായ സിഖിലതെ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ് ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ പിതാവിൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം: കലിയുഗിയായ സർവ കർമ്മബന്ധനങ്ങളെയും ബുദ്ധി കൊണ്ട് മറന്ന് 5 വികാരങ്ങൾ ദാനം ചെയ്ത് ആത്മാവിനെ സദോ പ്രധാനമാക്കണം. ഒരേ ഒരു സൈലൻസിൻ്റെ ശുദ്ധ ഗർവിൽ ഇരിക്കണം. ഈ രുദ്രയജ്ഞത്തിൽ സന്തോഷത്തോടെ തൻ്റെ ശരീരവും മനസ്സും ധനവും എല്ലാം അർപ്പണം ചെയ്ത് സഫലമാക്കണം. ഈ സമയത്ത് സർവ്വതും ബാബയെ ഏൽപ്പിച്ച് 21 ജന്മങ്ങളുടെ ചക്രവർത്തി പദം ബാബയിൽ നിന്നും നേടണം. വരദാനം: ആധിപത്യത്തിൻ്റെ അംശത്തെയും ത്യാഗം ചെയ്യുന്ന സ്വമാനധാരിയും പുണ്യ ആത്മാവുമായി ഭവിക്കട്ടെ. സ്വമാനധാരികളായ കുട്ടികൾ എല്ലാവർക്കും മാന്യത നൽകുന്ന ദാതാവായിരിക്കും. ദാതാവ് എന്നാൽ ദയാഹൃദയൻ. അവരിൽ ഒരിക്കലും ഏതെങ്കിലും ആത്മാവിനെ പ്രതി സങ്കല്പത്തിൽ പോലും ആധിപത്യം ഉണ്ടായിരിക്കില്ല. ഇവർ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുവാൻ പാടില്ലാത്തതാണ്, നടക്കാൻ പാടില്ലാത്തതാണ്? ജ്ഞാനം ഇതാണോ പറയുന്നത്? ഇതും സൂക്ഷ്മ ആധിപത്യത്തിൻ്റെ അംശമാണ്. എന്നാൽ സമാനധാരികളായ പുണ്യ ആത്മാക്കൾ വീണവരെയും എഴുന്നേൽപ്പിക്കും, സഹയോഗിയാക്കും. ഇവർ തൻ്റെ കർമ്മങ്ങളുടെ ഫലം അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ചെയ്താൽ തീർച്ചയായും നേടും. ഇവർ വീഴുക തന്നെ വേണം എന്ന് അവർക്ക് ഒരിക്കലും സങ്കല്പിക്കാൻ പോലും കഴിയില്ല. ഇങ്ങനെയുള്ള സങ്കല്പം കുട്ടികളായ താങ്കൾക്ക് ഉണ്ടാവുക സാധ്യമല്ല. സ്ലോഗൻ: സന്തുഷ്ടതയുടെയും പ്രസന്നതയുടെയും വിശേഷത തന്നെയാണ് പറക്കുന്ന കലയുടെ അനുഭവം ഉണ്ടാക്കിക്കുന്നത്. അവ്യക്ത സൂചന: സത്യതയുടെയും സഭ്യതയുടെയും കൾച്ചർ സ്വായത്തമാക്കൂ. സത്യതയുടെ ശക്തിയുടെ അടയാളമാണ് നിർഭയത. സത്യമുണ്ടെങ്കിൽ നൃത്തമാടും എന്ന് പറയുന്നു. അതിനർത്ഥം സത്യതയുടെ ശക്തിയുള്ളവർ സദാ നിശ്ചിന്തമാകുന്നത് കാരണം, നിർഭയർ ആകുന്നത് കാരണം സന്തോഷത്തിൽ നൃത്തമാടിക്കൊണ്ടിരിക്കും. അഥവാ തൻ്റെ സംസ്കാരവും സങ്കല്പവും ദുർബലമാണെങ്കിൽ ആ ദൗർബല്യം തന്നെ മനസ്സിൻ്റെ സ്ഥിതിയെ ചഞ്ചലതയിൽ കൊണ്ടുവരുന്നു. അതിനാൽ ആദ്യം തൻ്റെ സൂക്ഷ്മ ദൗർബല്യങ്ങളെ അവിനാശി രുദ്രയജ്ഞത്തിൽ സ്വാഹ ചെയ്യൂ. ഓം ശാന്തി. അനേകം സങ്കല്പങ്ങളുടെ സർവവിസ്താരങ്ങൾക്കും ബിന്ദുവിട്ട് ഞാൻ ബിന്ദുരൂപമായി മാറുന്നു. ബിന്ദുരൂപത്തിൽ ഏകാഗ്രതയോടെ സ്ഥിതി ചെയ്യുന്നു. ഒരു സെക്കൻഡിൽ പരമധാമത്തിൽ ബിന്ദുരൂപനായ ബാബയുടെ സമീപം ഞാൻ സ്ഥിതി ചെയ്യുന്നു.
സർവ ഗുണങ്ങളുടെയും ശക്തികളുടെയും സാഗരമായ ബിന്ദുരൂപമായ ബാബയുടെ ഓർമ്മയിൽ ഞാൻ ലയിച്ചു ചേരുന്നു. ബിന്ദുരൂപനായ ബാബയിൽ നിന്നും സർവശക്തികളുടെയും ബലം എനിക്ക് ലഭിക്കുന്നു. സർവ ഗുണങ്ങളുടെയും ഖജനാവുകൾ എന്നിൽ നിറയുന്നു. ഈ സർവശക്തികളും ഗുണങ്ങളും സാരരൂപത്തിൽ ഉൾക്കൊള്ളപ്പെട്ട അവസ്ഥയിൽ ഞാൻ മാസ്റ്റർ ബീജരൂപമായി മാറുന്നു. ഈ സമ്പൂർണവും സൂക്ഷ്മവും ശക്തിശാലിയുമായ സ്ഥിതി എന്നിലെ സൂക്ഷ്മ വികർമ്മങ്ങളെപ്പോലും ഭസ്മമാക്കുന്നു. എന്നെ വിഘ്ന വിനാശകനാക്കി മാറ്റുന്നു. എന്നിൽ ഇച്ഛാ മാത്രം അവിദ്യ സ്ഥിതി ഉണ്ടാകുന്നു. ഈ ശക്തിശാലി മാസ്റ്റർ ബീജരൂപ സ്ഥിതിയിലിരുന്ന് ആത്മാക്കൾക്ക് ഞാൻ ഈശ്വരീയ ശക്തികൾ എൻ്റെ വരദാനി സ്വരൂപത്തിലൂടെ ദാനം ചെയ്യുന്നു.